സാറേ നമസ്കാരം സാറേ. ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സ്പീഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ഹോളിൻ്റെ പുറകിലിരിക്കുന്ന റൂമ്. ഇത് ബാത്റൂമ്. ഇത് ഒരു ഓപ്പൺ ഏരിയ. ഇതാണ് ആ എൻട്രൻസ്. ഫോൾ സീലിങ്, വുഡിൻ്റെ സിവിൽ സ്ട്രക്ചർ. ഈ മെഷർമെൻറ്റ് 90% കറക്റ്റാണ്. റൂമിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത്, പില്ലറിൻ്റെ എല്ലാം ഒരു 90% കറക്റ്റായിട്ട്, വോളിൻ്റെ തിക്നെസ് ഇതെല്ലാം 90% കറക്റ്റാണ്. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാറേ, ഞാൻ ആദ്യം എയർ കണ്ടീഷണർ ഈ ഹോളിനകത്താണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് ആദ്യം ഈ ഏരിയയിൽ വരുന്ന രീതിയിൽ, പിന്നെ ഈ ഏരിയയിൽ വരുന്ന രീതിയിൽ. ഇതിനകത്ത് ഫ്ലോർ സ്റ്റാൻഡിങ് ഹീറ്റ് ലോഡ് കാൽക്കുലേഷനകത്ത് നമുക്ക് 9 ടണ്ണാണ് റിക്വയർമെൻറ്റ്. ഞാൻ എക്യുപ്മെൻറ്റ്, ഒക്കുപ്പൻസി, മറ്റേ ഹീറ്റ് ട്രാൻസ്മിഷൻ എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചാർട്ട് അയച്ചു തരാം. 9 ടണ്ണാണ് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ 9 ടണ്ണിൻ്റെ ഓൾട്ടാസിൻ്റെ ഫിക്സഡ് സ്പീഡ് കംപ്രസറിൻ്റെ യൂണിറ്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഈ യൂണിറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് ആദ്യം ഈ ഏരിയയിൽ നോക്കി. നമുക്ക് ഫസ്റ്റ് ഇതിന് ഈ മെയിൻ ഹോളിനകത്ത് ചുറ്റും ഫോട്ടോസ് ഉണ്ട്. രണ്ടാമത് സീലിങ്ങിൻ്റെ ഹൈറ്റ് 10 അടി ഹൈറ്റാണ് ഇരിക്കുന്നത്. അതേപോലെ റിട്ടേൺ എയർ, പിന്നെ ഇൻഡോർ ടു ഔട്ട്ഡോറിൻ്റെ പോകുന്ന കോപ്പർ പൈപ്പ്, ഡ്രെയിനേജ്, ഇതെല്ലാം നമുക്ക് ഫീസിബിൾ ആവുകയും വേണം. എന്നാൽ പിന്നീട് മെയിൻറ്റെയിൻസ് ചെയ്യാനും ഇതിനും എല്ലാം സൗകര്യത്തിന് വേണ്ടി ഉള്ള രീതിയിലാണ് നോക്കിയത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഈ പൊസിഷനാണ് ഇൻഡോർ യൂണിറ്റിന്. അപ്പം ഇവിടെ നമുക്ക് ഇവിടുന്ന് ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോകുന്ന പൈപ്പ് ഇത്രയേ ആവശ്യം വരുള്ളൂ. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകും, അത്രയും. ബാക്കിയുള്ള എവിടെ വെച്ചാലും വീണ്ടും കോപ്പർ പൈപ്പ് ലൈൻ കൂടുതലാവും. പിന്നെ രണ്ടാമത് ഡ്രെയിനേജ് ഒരു പ്രശ്നം വരത്തില്ല. റിട്ടേൺ എയറിന് ഞാൻ സെപ്പറേറ്റ് ഡക്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്ലൈ ഡക്ട് പ്ലീനത്തിൽ ഇരുന്നാണ് പോകുന്നത്. പ്ലീനത്തിൽ ഇരുന്ന് ഒരു ബ്രാഞ്ച് പോകുന്നത് 2, 3, ഈ 4ാമത്തെ ബ്രാഞ്ച് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കും. കാരണം ഇവിടെ സീറ്റിംഗ് വരുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ ഈ ഡക്റ്റിൻ്റെ മെഷർമെൻറ്റും അല്ലെങ്കിൽ ഡക്റ്റിൻ്റെ സൈസ് ഇതൊക്കെ സ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് വേണം ചെയ്യാൻ. ഞാൻ ആ രീതിയിലോട്ട് ചെയ്തിട്ടില്ല. അതിലോട്ട് ഈ പറഞ്ഞ് ചെയ്യുന്ന മുമ്പ് ഈ ഒരു രീതി തൃപ്തികരമാണോ, ഈ രീതിയിൽ പ്ലാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അറിയാൻ വേണ്ടിയാണ്. ഇത് നോർത്ത്, ഇതുണ്ട്. ഇത് നോർത്ത് സൈഡിൽ നമ്മുടെ ഈ റെഡ് കളറിൽ ഇപ്പം നിലവിലിരിക്കുന്ന സീലിംഗ് ആണ്. ഈ സീലിങ്ങിൻ്റെ ഹൈറ്റിനകത്ത് നിർത്താൻ പ്രയാസം, 15 സെൻറ്റിമീറ്ററേ ഉള്ളൂ. നമുക്ക് മാക്സിമം ഈ വരുന്ന, ഞാനത് കാണിക്കാം സാറേ. സൗത്ത് വോള്, വെസ്റ്റ് സെക്ഷൻ, ഇതുണ്ടോ? ഇങ്ങനെ മാക്സിമം ഞാൻ ആ ഡക്റ്റിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് ഈ ഹൈറ്റിൽ നിർത്തിത്തരാം. ഈ ഹൈറ്റിൽ, അതിലും മേളിലോട്ട് കയറ്റാൻ ഈ പറഞ്ഞ ഒട്ടും സ്ഥലമില്ല. 15 സെൻറ്റിമീറ്ററേ സ്ഥലമുള്ളൂ. പിന്നെ ഇതൊരു ജസ്റ്റ് ഇതിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇതുപോലെ 3 ടൺ 3 ടൺ 3 ടൺ 3 ഫ്ലോർ സ്റ്റാൻഡിങ്ങിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ഈ സീലിങ്ങിലൊന്നും നമുക്ക് തൊടേണ്ട കാര്യമില്ല. അത് ഡക്റ്റിന് എപ്പോഴുമേ ഡക്റ്റ് ടൈപ്പിന് എപ്പോഴുമേ പെർഫോമൻസ് കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ ടെർമിനലെല്ലാം എല്ലാ സ്ഥലത്തും വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇത് എന്നും പറഞ്ഞ് അതിൻ്റെ അത്രയും പെർഫോമൻസ് വരത്തില്ല. പക്ഷെ നമുക്ക് വേറെ സീലിങ്ങിനകത്ത് ഒത്തിരി കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ, സിവിൽ വർക്കിലൊന്നും വലിയ കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ 3 ഫ്ലോർ സ്റ്റാൻഡിങ്ങിൻ്റെ AC 3 ടൺ 3 ടൺ 3 ടൺ എന്നുള്ള രീതിയിലാക്കാം. അതൊന്ന്. രണ്ടാമത് ഈ സീലിംഗ് ടൈപ്പ് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻഡോർ വെച്ചിരിക്കുന്നത്.
ഇൻഡോർ യൂണിറ്റ്, സോറി സാറേ ഒരു മിനിറ്റ്, വോൾ സീലിംഗ് ഹൈഡ് ചെയ്യുകയാണ്, റൂഫ് ഹൈഡ് ചെയ്യും. ഓക്കെ സാറേ, ഇതുപോലെ ഇൻഡോറിൻ്റെ യൂണിറ്റ് ഇവിടെ വരുന്നു, പ്ലീനം ബോക്സ് വരുന്നു, പ്ലീനം ബോക്സ് ഇരുന്ന് ബ്രാഞ്ച് പോകുന്നു. ഇവിടെ ഒരു എൻട്രൻസിൽ ഇങ്ങനെ ഒരു ബൾക്കിട്ട് വരുന്ന പ്രശ്നമുണ്ടോ? കാരണം അവിടെ ഒരു റൈറ്റിംഗ് ഉണ്ട്, നമ്മുടെ ഹോളിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഫോട്ടോസോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബൾക്കിട്ട് അവിടെ ഒരു ഇഷ്യൂ വരുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. ഈ വോളിൽ ഓൾറെഡി പിക്ചേഴ്സ് ഉണ്ട്, ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഈ വോളിൽ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് 1, 2, 3 ഇവിടെയും കൂടെ ഉണ്ട്. ഇവിടെയും കൂടെ ഒരു ഓപ്പണിംഗ് കൂടെ വരും, ആ ഡക്റ്റിന്റെ ഇത് വരും ഈ രീതിയിൽ. അതേപോലെ ഈ ഡിഫ്യൂസർ, ഇത്രയും ഡിഫ്യൂസർ വരുമോ? ഈ ഡിഫ്യൂസറിന്റെ എന്താണേലും ഒരു ചേംബറിൽ, ഒരു ബ്രാഞ്ചിൽ 3 എണ്ണം നിർബന്ധമായിട്ടും കാണും. ഈ രീതിയിൽ മാത്രമായിട്ടാണേലും പറ്റും. അത് ഇപ്പൊ ഇങ്ങോട്ടും കൂടെ ആവുന്നുണ്ടോ, അത് ആ CFM വെച്ച് കാൽക്കുലേഷൻ ചെയ്യണം. ഞാൻ ആ കാൽക്കുലേഷനിലോട്ടൊക്കെ പോകുന്ന മുമ്പ് ഈ ഒരു ഐഡിയ പ്രാക്ടിക്കൽ ആണോ, അത് നമ്മുടെ ഡിസൈനെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഇതിലൂടെ ഇത് വെച്ച് ഈ പറഞ്ഞ ഞാൻ ബാക്കി സ്റ്റാറ്റിക് പ്രഷറും അതേപോലെ ഡക്റ്റിൻ്റെത് മാക്സിമം ഞാൻ ഈ പില്ലറിന്റെ ഹൈറ്റിൽ കൊണ്ടുവരാം സാറേ. ഈ പില്ലറിന്റെ ഇവിടെ ഒരു പില്ലർ പോകുന്നുണ്ടല്ലോ, ഈ പില്ലറിന്റെ ഈ ഹൈറ്റ് വരെ നമുക്ക് ഡിഫ്യൂസർ ഇതും ഒരേ ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ കൊണ്ടുവരാം. ഈ ഇപ്പൊ ഇരിക്കുന്ന ഫോൾ സീലിങ്ങിന്റെ മേളോട്ട് കൊണ്ടുവരാൻ തീർത്തും സ്ഥലമില്ല, ഒട്ടും സ്ഥലമില്ല. അത് ഞാൻ അതിനുവേണ്ടി ഞാൻ ഈ ആദ്യമൊക്കെ വരച്ചത് ഈ ഇതിന്റെ മേളിൽ കൂടെ എടുക്കുന്ന രീതിയിലൊക്കെ നോക്കി. അത് ഒത്തിരി നമ്മൾ ഒരു പുതിയ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു പ്രായമുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഓരോന്ന് തൊട്ട് വരുമ്പോഴായിരിക്കും പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊരു സേഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിലാണ് ഫുള്ള് കൺസിഡർ ചെയ്ത് നമുക്ക് ഇലക്ട്രിക്കലും അതേപോലെ തന്നെ കോപ്പർ പൈപ്പിങ്ങും റിട്ടേൺ എയറും അതേപോലെ ഈ CFMന്റെ ടെർമിനലിന്റെ ഈ പറഞ്ഞ വെലോസിറ്റിയും എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ട് ഈ ഡിസൈനിനകത്ത് വരും. അതേപോലെ തന്നെ സാറിന് അറിയാമല്ലോ, ഇത് താഴെ സീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നോർമൽ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രാപ്പ് ഡോർ വെച്ചുള്ള സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയർ പോലും, ബാത്റൂമിന്റെ എയർ പോലും വരത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇവിടെ വേറൊരു ഫ്രഷ് എയറിന് വേണ്ടി വേറൊരു ഹോള് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ റിട്ടേൺ ഡക്ട് നമുക്ക് ഞാനിങ്ങനെ താഴെ ബേസില് 4 ഗ്രില്ല് വരും സാറേ, വലിപ്പമുള്ളത്. ആ റിട്ടേണും ഈ ഫ്രഷ് എയർ മിക്സിങ്ങും കൂടെ വെച്ച് ഇത് പോരെന്നുണ്ടെങ്കിൽ ഫ്രഷ് എയറിന്റെ ഹോള് കുറച്ചുകൂടെ വലിപ്പം കൂട്ടി റിട്ടേൺ എയർ പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതി തന്നെ നമ്മൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതാണ് സാറേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിസൈൻ വെച്ചിരിക്കുന്നത്. സീലിങ്ങിലൂടെ നമുക്ക് ഡക്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സാറ് ഒന്ന് ആലോചിച്ചിട്ട് പറയുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാൽക്കുലേഷനും അതേപോലെ തന്നെ കൊട്ടേഷനും റെഡി ആക്കി തരാം. ഓക്കെ സാർ, താങ്ക് യു.